സയൻസ് അക്കാദമിയിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന ചാപ്റ്ററിലെ അതായത് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ, അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഗീവ് എൻ എക്സാമ്പിൾ ഓഫ് മെറ്റൽ, എന്നിട്ട് അതിൻ്റെ സബ്ബായിട്ട് കൊടുത്തിട്ടുണ്ട് ദാറ്റ് ഈസ് മെറ്റൽ ഈസ് ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. അതായത് ഏത് മെറ്റലാണ് റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡായി കിടക്കുന്നത്? ഏതാണ് നമുക്കറിയാമല്ലോ, ഏതാണ്? മെർക്കുറി, നമ്മളത് പഠിച്ചതാണ്. പിന്നെ ഏതാണ്? ക്യാൻ ബി ഈസിലി കട്ട് വിത്ത് എ നൈഫ്, അല്ലേ? കത്തി കൊണ്ട് മുറിക്കണത്, അല്ലേ? സിമ്പിളായിട്ട് മുറിക്കാൻ പറ്റിയ മെറ്റൽ ഏതാ? സോഡിയം, പൊട്ടാസ്യം, അല്ലേ? അത്. ഈസ് ദി ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് നന്നായിട്ട് കടത്തിവിടുന്നത് ഏതാണ്? ലെഡ്. ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈസ് എ പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ഏതാണ്? സിൽവർ. അപ്പോൾ ഈ ലെഡ്, സിൽവർ, ഇതിൽ 4 ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, ഈക്വലി ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഏതാണ്? എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. മെറ്റൽ ദാറ്റ് ക്യാൻ ബി ബീറ്റൺ ഇൻ ടു തിൻ ഷീറ്റ്സ് ഓൺ ഹാമറിങ് ഈസ് കോൾഡ് മാലിയബിൾ, അല്ലേ? ചെറിയ ഷീറ്റുകളാക്കി നമ്മുടെ അലുമിനിയം ഫോയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അല്ലേ? അതുപോലെ തിൻ ഷീറ്റാക്കി മാറ്റാൻ പറ്റും. മെറ്റലിൻ്റെ ഈ പ്രോപ്പർട്ടീനെ പറയാം മാലിയബിൾ എന്ന് പറയുന്നത്. ഡക്റ്റൈൽ എന്ന് പറയുന്നത് എന്താ? മെറ്റൽ വിച്ച് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ വയേഴ്സ് ഈസ് കോൾഡ് ഡക്റ്റൈൽ, അല്ലേ? നമ്മുടെ ഇലക്ട്രിക്കൽ വയറിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് ചെറിയ വയറുകൾ, അതുപോലെ ഓർണമെൻറ്റ്സ്, മാല, അങ്ങനത്തെ മാലയിലുള്ള ചെറിയ നൂല് പോലുള്ള, അല്ലേ? വയർ പോലുള്ള ആ മെറ്റൽസ് ആണല്ലോ, അല്ലേ? ഗോൾഡൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ മെറ്റലിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി പറയുന്നത് ഡക്റ്റൈൽ. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? വൈ ഈ സോഡിയം കെപ്റ്റ് ഇമ്മേഴ്സ്ഡ് ഇൻ കെറസിൻ ഓയിൽ. നമ്മൾ പഠിച്ചതാണ്. എന്താണ് കാരണം? സോഡിയം അതുപോലെ പൊട്ടാസ്യമൊക്കെ എന്താണ് പ്രത്യേകത? അവർ ഹൈലി റിയാക്റ്റീവ് ആണ്, അല്ലേ? ആരുടെ അടുത്ത്? അവർ അറ്റ്മോസ്ഫിയറിലെ എയറായിട്ടും മോയ്സ്ചറൊക്കെ ആയിട്ട് ഹൈലി റിയാക്റ്റീവ് ചെയ്യും. അപ്പോൾ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കെറസിൻ്റെ ഉള്ളിൽ മുക്കി വയ്ക്കും. അപ്പോൾ എന്തുണ്ട്? കെറസിലേക്ക് എന്താണ് ഓയിലോ എയറോ ഒന്നും കടന്നു വരില്ല, അതുകൊണ്ട് അത് റിയാക്ട് ചെയ്യില്ല. അപ്പോൾ അതിനെ എന്താണ് സേഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് സോഡിയത്തിനെ സോഡിയമായിട്ടും അല്ലെങ്കിൽ പൊട്ടാസ്യത്തിനെ പൊട്ടാസ്യമായിട്ടും വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് കെറസിൻ ഓയിലിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ എന്താണ്? റൈറ്റ് ഇക്വേഷൻസ് ഫോർ ദ റിയാക്ഷൻസ് ഓഫ് അയേൺ വിത്ത് സ്റ്റീം. സ്റ്റീം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എന്താണ് വെള്ളം തന്നെയാണ്, അല്ലേ? വാട്ടറിനെ നമ്മൾ ചൂടാക്കുമ്പോൾ അത് വേപ്പറാവും, അല്ലേ? ആ വേപ്പർ, അല്ലേ? ഹൈ പ്രഷറിൽ വരുന്ന ആ വേപ്പർ, അതിന് പറയാം സ്റ്റീം, അല്ലേ? അയേണിൻ്റെ റിയാക്ഷൻ വിത്ത് അയേൺ എന്താണ്? വാട്ടറായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല, അല്ലേ? എന്തായിട്ട് റിയാക്ട് ചെയ്യുക? സ്റ്റീമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യും, അല്ലേ? ആ റിയാക്ഷൻ്റെ ഇക്വേഷൻ എഴുതാനാണ് പറയണത്. അത് കുറച്ച് ബൈ ഹാർട്ട് പഠിച്ച് വെക്കേണ്ട കാര്യമുണ്ട്. ഇതിൽ എങ്ങനെയാണ് എഴുതുക? Fe+H2O ഗീവ്സ് എന്താണ്? Fe3O4, അയണിൻ്റെ ഓക്സൈഡ്, അല്ലേ? Fe3O4 ഉണ്ടാവും, പ്ലസ് H2 ഉണ്ടാവും. എന്താണ്ടാവുക? പ്ലസ് H2. ബാക്കി നിങ്ങൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ബാലൻസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. കാൽഷ്യം ആൻഡ് പൊട്ടാസ്യം വിത്ത് വാട്ടർ. കാൽഷ്യം വെള്ളമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. അക്വസ് ആയിരിക്കും, അതായത് വെള്ളത്തിൽ ലയിച്ചിരിക്കുന്നതായിരിക്കും. ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വെള്ളത്തിൽ ലയിക്കും. അതുപോലെ തന്നെ പൊട്ടാസ്യം വാട്ടറായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? പൊട്ടാസ്യത്തിൻ്റെ ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും, പ്ലസ് H2 ഉണ്ടാവും, പ്ലസ് ഹീറ്റ് ഉണ്ടാവും. ഇതേപോലെ തന്നെയാണ് എന്ത്? സോഡിയം വെള്ളമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും NaOH ഉണ്ടാവും, ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും, പ്ലസ് ഹീറ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് കത്തുന്നത്, അല്ലേ? ഹീറ്റ് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് കത്തും, അല്ലേ? ചൂടുണ്ടാകുമ്പോൾ ചൂടും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്, ചൂടും ഉണ്ട്. അപ്പോൾ എന്തുണ്ടാവും? അവിടെ കത്തും. ഓക്കെ. ഇനി എന്താണ്? സാമ്പിൾസ് ഓഫ് 4 മെറ്റൽസ് ABCD വേർ ടേക്കൺ ആൻഡ് ആഡഡ് ടു ദ ഫോളോയിങ് സൊല്യൂഷൻ 1 by 1. ഇതാണ്. അതായത് ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അതിൽ ABCD എന്ന് പറഞ്ഞ മെറ്റൽ തന്നിട്ടുണ്ട്. നമുക്ക് ഏതാണെന്ന് അറിയില്ല. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് എഴുതുന്നു? അതിലേക്ക് നമുക്ക് തന്നിരിക്കുന്നത് അയേൺ സൾഫേറ്റ് ആഡ് ചെയ്യുന്നു, കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്യുന്നു, സിങ്ക് സൾഫേറ്റ് ആഡ് ചെയ്യുന്നു, സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുന്നു. അങ്ങനെ
ഓരോ അതെന്താണിത് മെറ്റലിൻ്റെ സോൾട്ടുകളാണ് അല്ലേ. അയൺ സൾഫേറ്റ്, കോപ്പർ സൾഫേറ്റ്, സിങ്ക് സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ്, അതൊക്കെയും സോൾട്ടുകളാണ്. അപ്പോൾ എ എന്ന മെറ്റലിലേക്ക് അയൺ സൾഫേറ്റ് ആഡ് ചെയ്തു, നോ റിയാക്ഷൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എ എന്ന മെറ്റലിന് അയൺ സൾഫേറ്റിലെ അയണിനെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ എന്ത് പറയാം, അയണേക്കാളും റിയാക്ടിവിറ്റി കുറവാണ് എന്ത് എ എന്ന മെറ്റലിന്. ഇനി എന്താ എഴുതിയത്? നമ്മൾ കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? എ എന്ന മെറ്റൽ കോപ്പറിനേക്കാളും എന്താണ് റിയാക്ടിവിറ്റി കൂടിയ മെറ്റലാണ്. അയണിനേക്കാളും റിയാക്ടിവിറ്റി കുറവാണ്, കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതലാണ്. അതുകൊണ്ട് കോപ്പറിനെ അത് ഡിസ്പ്ലേസ് ചെയ്യും. സിങ്കിൻ്റെയും സിൽവർ നൈട്രേറ്റിൻ്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല, കാരണം എന്താ അവർക്കും താഴെ കിടക്കുന്നതാണ് അല്ലേ. പിന്നെന്താ പിന്നെ പറയുന്നത് ഏതാണ്? ഡിസ്പ്ലേസ് ബിയുടെ പ്രത്യേകത എന്താ? ബി എന്ന സാധനം എന്താണ്? സിങ്കിന് അയണേക്കാളും റിയാക്ടിവിറ്റി ഉണ്ട് കേട്ടോ. ബി എന്ന മെറ്റൽ അയൺ സൾഫേറ്റിലേക്ക് ഇട്ടപ്പോൾ എന്തുണ്ടായി? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഉണ്ട്. ഏതാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അതിൻ്റെ അർത്ഥം എന്താ? ബി എന്ന മെറ്റലിന് അയണേക്കാളും റിയാക്ടിവിറ്റി ഉണ്ട്. അതായത് നമുക്കപ്പോൾ കൺക്ലൂഡ് ചെയ്യാം? എ എന്ന മെറ്റലിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതലാണ് ആർക്ക്? ബി എന്ന മെറ്റൽ അല്ലേ. അയണേക്കാളും റിയാക്ടിവിറ്റി അല്ലേ ബിക്കുള്ളത്. അതുകൊണ്ട് എന്താണ്? ബിക്ക് റിയാക്ടിവിറ്റി കൂടുതലാണ്. സിങ്ക് സൾഫേറ്റിലേക്ക് ഇട്ടപ്പോൾ നോ റിയാക്ഷൻ. ഓക്കെ. പിന്നെന്താണ് പറയണത്? സി എന്ന മെറ്റൽ നമ്മൾ അയൺ സൾഫേറ്റിലേക്ക് ഇട്ടപ്പോൾ നോ റിയാക്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ബിനേക്കാളും റിയാക്ടിവിറ്റി കുറവാണ് അല്ലേ. എയുടെ ഒപ്പം തന്നെ എന്ന് പറയാം ഇപ്പോൾ. ഇനി എന്താ ചെയ്യുന്നത്? കോപ്പർ സൾഫേറ്റിലേക്ക് ഇട്ടപ്പോൾ എന്താണ്? അവിടെയും നോ റിയാക്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എനേക്കാളും റിയാക്ടിവിറ്റി ആർക്ക് കുറവാണ്? സിക്ക്. ഇനി എന്താണ്? സിങ്ക് സൾഫേറ്റിൽ ഇട്ടപ്പോഴും റിയാക്ഷൻ ഇല്ല. സിൽവർ നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എന്താണ് താഴെയുള്ളതാണ് അല്ലേ. സിൽവറിന് ഏറ്റവും എന്താണ് റിയാക്ടിവിറ്റി കുറവാണ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് നോക്കണ്ട. ഇനി അടുത്ത ഡി മെറ്റൽ എന്തിലേക്ക് ഇട്ടു? ഈ പറഞ്ഞ മുകളിലുള്ള എല്ലാ സോൾട്ടിലേക്ക് ഇട്ടപ്പോൾ എന്താണ്? ഒരു റിയാക്ഷനും ഇല്ല. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് ഏകദേശം മനസ്സിലായി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഈസ് ദ മോസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ? ഏതാ ഏറ്റവും റിയാക്ടിവിറ്റി ഉള്ളത്? ഡി ആണോ? അല്ല, കാരണം എല്ലാത്തിലും നോ റിയാക്ഷനാണ്. സി ആണോ? ഒരെണ്ണത്തിൽ മാത്രമേ ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ളൂ. ബി ആണോ? അത് പിന്നെ എയും ബിയും തമ്മിലുള്ള കോമ്പറ്റീഷൻ അല്ലേ. എ എന്താണ്? അയൺ സൾഫേറ്റ് ആയിട്ട് നോ റിയാക്ഷൻ അല്ലേ. അത് അയണേക്കാളും റിയാക്ടിവിറ്റി കുറവ്. പക്ഷേ ബിക്ക് എന്താണ്? അയണേക്കാളും റിയാക്ടിവിറ്റി കൂടുതലുണ്ട്. അപ്പോൾ ബി ആണ് ഇതിൽ ഏറ്റവും റിയാക്റ്റീവായിട്ടുള്ള സബ്സ്റ്റൻസ് അല്ലേ, മെറ്റൽ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് വുഡ് യു ഒബ്സർവ് ഇഫ് ബി ഈസ് ആഡഡ് എ സൊല്യൂഷൻ ഓഫ് കോപ്പർ ടു സൾഫേറ്റ്? ബി എന്താണ്? കോപ്പർ ടു സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്നാണ് ചോദ്യം. നമ്മൾ നോക്കി എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്തായാലും നടക്കും. കാരണം എന്താ? അയണേക്കാളും റിയാക്ടിവിറ്റി കൂടുതലാണ് ബിക്ക്. അപ്പോൾ എന്തായാലും എന്താണ്? കോപ്പർ സൾഫേറ്റിലും ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടത്തും. അതായത് കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ എന്താ കുഴപ്പം നോക്കാം. When metal B is added to copper 2 solution, displacement reaction will take place, due to which the blue color of copper 2 sulfate solution will fade and red brown deposits of copper will be formed on the metal B. അതായത് എന്താണ് സംഭവം? ബി കോപ്പർ സൾഫേറ്റിലേക്ക് ഇട്ട് എന്തുണ്ടാവും? കോപ്പറിനെ അവിടെ തട്ടിത്തെറിപ്പിക്കും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും? ബിയുടെ സൾഫേറ്റ് ഉണ്ടാവും. ഏതാണെന്നറിയില്ല. ബി എന്ന മെറ്റലിൻ്റെ സൾഫേറ്റ് ഉണ്ടാവും അല്ലേ. ഇനി കോപ്പർ സൾഫേറ്റിന് എന്താണ് കളർ? ഇനീഷ്യലി ഉള്ള കളർ എന്താ? ബ്ലൂ കളറാണ്. അപ്പോൾ കോപ്പർ സൾഫേറ്റിൽ കോപ്പറിനെ എടുത്ത് കളയുമ്പോഴും എന്തായി മാറിയത്? ആ ബ്ലൂ കളർ ഇല്ലാണ്ടാവും. കാരണം എന്താ? കോപ്പർ സൾഫേറ്റിന് മാത്രമേ ബ്ലൂ ഉള്ളൂ അല്ലേ. അതിൽ നിന്ന് കോപ്പർ പോയി വേറെ മെറ്റൽ വന്നാൽ ബ്ലൂ കളർ ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് അത്? പകരം എന്താ കളർ വന്നേ? റെഡ് ബ്രൗൺ ഡെപ്പോസിറ്റ്സ് ഓഫ് കോപ്പർ വിൽ ബി ഫോം. കാരണം എന്താ? കോപ്പർ ആദ്യം കോപ്പർ സൾഫേറ്റ് ആയിരുന്നു, ഇപ്പം എന്തായി മാറി? കോപ്പർ മെറ്റലായി മാറില്ലേ. അപ്പോൾ കോപ്പറിൻ്റെ മെറ്റലിൻ്റെ കളറാണ് എന്ത്? റെഡ് ബ്രൗൺ ഡെപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ആ മെറ്റലിൻ്റെ മുകളിൽ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ അതിൻ്റെ? അറേഞ്ച് ദ മെറ്റൽസ് എ ബി സി ഡി ഇൻ ദ ഓർഡർ ഓഫ് ഡിക്രീസിങ് ആക്ടിവിറ്റി.
ഏതിനാണ് റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ? ബി നമ്മൾ പഠിച്ചു. രണ്ടാമത്തേതാണ് എ നമ്മൾ പഠിച്ചു അല്ലേ. മൂന്നാമത്തേതാണ് സി. ഏറ്റവും റിയാക്ടിവിറ്റി കുറവാണ് ഏതാണ് ടേബിളിൽ? നമുക്ക് ഓർമ്മയുണ്ടാവും, ഡി ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഡിക്രീസിങ് ഓർഡർ ഇങ്ങനെയാണ്. അപ്പോൾ ശ്രദ്ധിച്ചത് ചെയ്തില്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് അറിയണമെങ്കിൽ, ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എന്തറിയണം? റിയാക്ടിവിറ്റി സീരീസിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. റിയാക്ടിവിറ്റി സീരീസ് ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കണം, നിർബന്ധമായിട്ട് പഠിച്ചു വയ്ക്കണം. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകാനുള്ള ചാൻസ് 100% ഉറപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ. A gas is produced when dilute hydrochloric acid added to a reactive metal. Write the chemical reaction when iron reacts with H2SO4. മെറ്റലിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് വരുമ്പോൾ ഏത് ഗ്യാസാണ് പുറത്തേക്ക് വരിക? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ് ഗ്യാസ്? ഹൈഡ്രജൻ ഗ്യാസ്. അതെങ്ങനെ ഡിറ്റക്ട് ചെയ്യുക? അത് തീപ്പെട്ടിക്കൊള്ളി ഉറച്ചിട്ട് അവിടെ കൊണ്ടുവയ്ക്കുക അല്ലേ. അപ്പോൾ എന്താണ്? ഒരു പോപ്പ് ശബ്ദത്തോടുകൂടി കത്തും. ഇനി അയേണും H2SO4 തമ്മിലുള്ള റിയാക്ഷൻ എന്തായിരിക്കും? നമുക്കറിയാം, അയൺ മെറ്റലും H2SO4 ആസിഡാണ് അല്ലേ. ഹൈഡ്രജൻ എന്തായാലും പുറത്തേക്ക് വിടും. അപ്പോൾ H2 അതിൻ്റെ ഉള്ളിൽ നിന്ന് പോയി, ബാക്കി എന്തുണ്ട്? FeSO4 എന്ന് കൂട്ടി എഴുതിയാൽ മതി. നമുക്ക് എന്തായി ആ കെമിക്കൽ റിയാക്ഷൻ എഴുതാൻ പറ്റും. ഇനി വാട്ട് വുഡ് യു ഒബ്സർവ് വെൻ zinc is added to a solution of iron sulfate? Write the chemical reaction that takes place. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അറിയണം. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തറിയണം? റിയാക്ടിവിറ്റി സീരീസ് അറിയണം. എന്തായിരിക്കും സംഭവിക്കുക? സിങ്ക് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ അയേൺ. സിങ്കിന് എന്താണ്? അയേണേക്കാളും റിയാക്ടിവിറ്റി കൂടുതലുണ്ട്. അപ്പോൾ എന്തുണ്ടാവും? സിങ്ക് എന്ത് ചെയ്യും? അയൺ സൾഫേറ്റിൽ നിന്ന് അയേണിനെ ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ എന്തുണ്ടാവും? greenish color of iron 2 sulfate solution fades gradually due to the formation of colorless zinc sulfate solution and iron metal is deposited on the zinc. അതോടൊപ്പം തന്നെ എന്തുണ്ടാവും? അയൺ മെറ്റൽ സിങ്കിൻ്റെ മേലെ ഡെപ്പോസിറ്റ് ചെയ്യും. ഇതിൻ്റെ എന്ത് എഴുതാൻ പറ്റും? FeSO4 പ്ലസ് Zn. എന്തെഴുതാം? Feനെ മാറ്റിയിട്ട് അവിടെ സിങ്ക് എഴുതിയാൽ പോരെ. ZnSO4 പ്ലസ് Fe. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ ഓഫ് സോഡിയം ആൻഡ് ഓക്സിജൻ ആൻഡ് മാഗ്നീഷ്യം. അതുപോലെ തന്നെ ഷോ ദ ഫോർമേഷൻ ഓഫ് N2O MgO ബൈ ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. വാട്ട് ആർ ദ അയോൺസ് പ്രസൻറ്റ് ഇൻ ദീസ് കോമ്പൗണ്ട്സ്? നോക്കാം, എല്ലാത്തിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ആദ്യം തന്നെ സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 11. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 281. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ആ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണെ നമ്മൾ ഇങ്ങനെ ഡോട്ട് ഇട്ട് എഴുതുന്നതിനെ പറയുന്നത് സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ. അതുപോലെ തന്നെ എന്തിൻ്റെ എഴുതണ്ടേ? ഓക്സിജൻ്റെ എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 26. കാരണം അത് ആറ്റോമിക് നമ്പർ 8 അല്ലേ. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓക്സിജനിൽ 6 ഇലക്ട്രോൺ ഇങ്ങനെ ചുറ്റും എഴുതുന്നതിനെ പറയാം ഓക്സിജൻ്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ. അതുപോലെ ഏതാണ്? മാഗ്നീഷ്യം. എത്രയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ആറ്റോമിക് നമ്പർ 12, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 282. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2. അപ്പോൾ എന്താണ്? മാഗ്നീഷ്യത്തിൻ്റെ ചുറ്റും 2 കുത്തിട്ട് കഴിഞ്ഞാൽ എന്തായി മാറിയത്? ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചറായി മാറി അല്ലേ. ഇനി എന്താണ് നമുക്ക് എഴുതേണ്ടത്? ഫോർമേഷൻ ഓഫ് N2O എങ്ങനെ ഉണ്ടാവാമെന്ന് നോക്കാം. നമുക്കറിയാം സോഡിയം ആറ്റോമിക് നമ്പർ പറഞ്ഞു 11 അല്ലേ. 281. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ. സോഡിയത്തിൻ്റെ മേലെ ചെറുതായിട്ടുള്ളൂ, ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. അത് ഇലക്ട്രോൺ ഒരു സോഡിയത്തിൻ്റെ മേലെ ഒരു ഡോട്ട് അല്ലേ. അതേപോലെ 2 ഡോട്ട് ഉള്ളതുണ്ട് അല്ലേ. ഓക്സിജൻ എത്ര ഉണ്ട്? 6 ഓക്സിജൻ ഇനി എത്ര എണ്ണം വേണം ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ? 2 വേണം. സോഡിയത്തിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? സോഡിയത്തിൻ്റെ ആ ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? സോഡിയം എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോൺ ഓക്സിജന് കൊടുക്കും. അപ്പോഴും ഓക്സിജൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയോ? ഇല്ല. അപ്പോൾ ഇവിടെ എത്ര എണ്ണമായി? 7 എണ്ണമായിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ സോഡിയം 2 സോഡിയം ഓരോ ഇലക്ട്രോൺ കൊടുത്തിട്ട് എന്തായി മാറും? ഓക്സിജൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി മാറും. അപ്പോൾ ഓക്സിജന് 2 ഇലക്ട്രോൺ എക്സ്ട്രാ കിട്ടി. ഓരോ സോഡിയത്തിനും ഓരോ ഇലക്ട്രോൺ പോയി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? Na+O2- എന്ന് എഴുതാം അല്ലേ. അല്ലെങ്കിൽ സിംപ്ലി നമുക്ക് എന്ത് എഴുതാം? Na2O എന്ന് എഴുതാം. ഓക്കെ.
ഇനി അതേപോലെ നമുക്ക് പഠിക്കാനുള്ളത് എഴുതാനുള്ളത് ഫോർമേഷൻ ഓഫ് MgO. മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ നമുക്കറിയാം, 2 എണ്ണം അല്ലേ. ഓക്സിജൻ്റെ എത്ര ഉണ്ട്? 6 എണ്ണം. അപ്പോൾ മഗ്നീഷ്യം എന്ത് ചെയ്യണം? 2 ഇലക്ട്രോണ് കൊടുക്കണം. ഈ 2 ഇലക്ട്രോണും കൊടുക്കും മഗ്നീഷ്യം. അപ്പോൾ എന്തായി മാറി? മഗ്നീഷ്യം Mg+2ഉം ഓക്സിജൻ O-2 ആയി മാറും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ എഴുതാം? ഇതിനെ നമ്മൾ ഫോർമുല രീതിയിൽ എങ്ങനെ എഴുതാം? MgO എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിങ്ങനെ. അപ്പോൾ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചറൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കോമ്പൗണ്ടിനെ എഴുതേണ്ടി വരും. ഇത്രയുള്ള അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാം.